എം.എൽ.എ. രാഹുൽ മങ്കൂട്ടത്തിനും ഡിവൈഎഫ്ഐ നേതാക്കൾക്കുമെതിരെ പോലീസിൽ പരാതി നൽകി ബി.ജെ.പി. നഗരസഭയുടെ ഔദ്യോഗിക പരിപാടിക്കിടെ അതിക്രമിച്ചു കയറി വേദി തകർത്ത സംഭവത്തിലാണ് പരാതി. ബി.ജെ.പി. പാലക്കാട് മണ്ഡലം കമ്മിറ്റിയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. അതേസമയം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് നടന്ന ഔദ്യോഗിക പരിപാടി അത് പാലക്കാട് നഗരസഭയുടെ പരിപാടിയായിരുന്നു. അവിടെ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലും ഡിവൈഎഫ്ഐ നേതാക്കൾക്കും അവരുടെ നേതൃത്വത്തിൽ അക്രമം നടന്നു എന്നുള്ള തരത്തിലാണല്ലോ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കഴിഞ്ഞ ദിവസമായിരുന്നു പാലക്കാട് നഗരസഭയുടെ ഒരു ഔദ്യോഗിക പരിപാടി. അതായത് ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി, അതിലെ ഡോക്ടർ കെ.ബി. ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടിയെ ഡിവൈഎഫ്ഐക്കാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസുകാരും പരിപാടിയെ അലങ്കോലമാക്കിയത്. പരിപാടിയുടെ സ്റ്റേജ് തകർക്കുകയും മൈക്ക് തകർക്കുകയും അതിന്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ശില തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കൂടാതെ അതിന് പിന്നാലെ നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി നഗരസഭയുടെ മതിലിന് മുകളിലുണ്ടായിരുന്ന കമ്പികളും മറ്റുമൊക്കെ തകർക്കുകയും ഈ നഗരസഭയ്ക്ക് അകത്തേക്ക് ഈ യൂത്ത് കോൺഗ്രസുകാർ ഓടിക്കയറി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഒരു പോലീസുകാരന്റെ തല തല്ലി പൊളിക്കുകയും പാലക്കാട് എം.എൽ.എ. ആയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തടയാനായി എത്തിയിരുന്ന ഒരു വനിതാ എസ്.ഐക്ക് നേരെ ഉൾപ്പെടെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ സംഭവത്തിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തേണ്ടതെന്നിരിക്കെ അത്തരത്തിൽ കേസെടുക്കാതായതോടുകൂടെയാണ് ബി.ജെ.പി. പാലക്കാട് മണ്ഡലം കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്ന് പരാതി നൽകിയത്. ഡിവൈഎഫ്ഐ നേതാക്കളായ കെ.സി. റിയാസുദ്ദീൻ, സഫ്താർ ഷെരീഫ്, മുഹമ്മദ് നസീം എന്നിവർക്കെതിരെ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണം എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ആവശ്യം. കൂടാതെ ഈ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി പോലീസുകാരുടെ തല പൊളിക്കുകയും നഗരസഭയുടെ മതിൽ കമ്പികൾ തകർക്കുകയും വനിതാ പോലീസിനോട് മോശമായി പെരുമാറുകയും ഉൾപ്പെടെ ചെയ്ത സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ രാഹുലിനെതിരെ ഉൾപ്പെടെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത്തരത്തിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് ബി.ജെ.പി. പറയുന്നത്. അതെ, വ്യക്തമാണ്. പാലക്കാട് നഗരസഭ നടത്തിയ പരിപാടിയുടെ വേദി തകർത്ത കേസിലാണ് പാലക്കാട് എം.എൽ.എ. രാഹുൽ മങ്കൂട്ടത്തിനും ഡിവൈഎഫ്ഐ നേതാക്കൾക്കുമെതിരെ ബി.ജെ.പി. ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിന്മേൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.